നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ സൗത്ത് കൊറിയൻ സ്കൈഫൈ ഹൊറർ ആക്ഷൻ സീരീസ് ആണ് പാരസൈറ്റ് ദി ഗ്രേ എന്ന് പറയുന്നത്. ഹിറ്റോഷി വാക്കിയുടെ മാംഗ സീരീസ് ആയിട്ടുള്ള പാരസൈറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സീരീസ് ഇറക്കിയിട്ടുള്ളത്. ഒരു ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. 6 എപ്പിസോഡുകളാണ് ഈ ഒരു സീരീസിൽ മൊത്തമായിട്ടുള്ളത്. ഒരു 40 to 60 മിനിറ്റ്സ് ആണ് ഓരോ എപ്പിസോഡിൻ്റെ ഡ്യൂറേഷൻ. ടോട്ടൽ ഒരു ടൈം ഡ്യൂറേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോർ ദാൻ ഒരു 4 hours എടുക്കുന്നുണ്ടായിരിക്കും. ഞാൻ ഒറ്റരിപ്പിനാണ് അത് കണ്ടു തീർത്തത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കണ്ടിരിക്കാൻ നല്ല രസമുള്ള, വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള രീതിയിൽ ഒട്ടും ബോറടിക്കാതെ നല്ല സുഖമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു സീരീസ് ആയിട്ടാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എങ്കിലും കുറച്ച് പോരായ്മകളും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. സോ നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോകുന്നത് പാരസൈറ്റ് ദി ഗ്രേ എന്ന് പറയുന്ന സീരീസിനെ കുറിച്ചാണ്. ഈ ഒരു സീരീസിന്റെ പ്ലോട്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. യൂഷ്വലായിട്ട് നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങളിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. ഞാൻ ഇതിൻ്റെ ഒരു ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ലൈക്ക് ഒരു സോംബി മോഡൊക്കെ ആയിരിക്കും. അതായത് മൊത്തമായിട്ട് ഇങ്ങനെ കുറേ പാരസൈറ്റുകൾ വരുന്നു, ആളുകളുടെ മേത്ത് അത് കയറുന്നു, തുടർന്നുണ്ടാവുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങൾ എങ്ങനെയാണ് ഹ്യൂമൻസ് എങ്ങനെ അതിനെ എതിരിടുന്നു, അതെങ്ങനെ തോൽപ്പിക്കുന്നു, തുടർന്നുണ്ടാവുന്ന യൂഷ്വൽ പരിപാടി ആയിരിക്കും എന്നാണ് കരുതിയത്. പക്ഷേ അതിൽ പ്ലോട്ടിലും കാര്യങ്ങളിലും കുറച്ച് ഡിഫറൻസ് കൊണ്ടുവന്നത് വളരെ രസകരമായിട്ട് തോന്നി. സോ പ്ലോട്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഔട്ടർ സ്പേസിൽ നിന്ന് ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു ക്രിയേച്ചർ ഭൂമിയിലോട്ട് വരികയാണ്. അവർ മനുഷ്യന്മാരുടെ ചെവിയിലൂടെയാണ് കയറുന്നത്. അവർ ബ്രെയിൻ അറ്റാക്ക് ചെയ്തതിന് ശേഷം ആ ഒരു ബോഡി ഫുള്ളായിട്ട് അവർ കൺട്രോൾ വരുത്തുകയാണ്. ബ്രെയിൻ ഫുള്ളായിട്ട് ഡെഡ് ആവും. പിന്നെ ആ ഒരു പാരസൈറ്റാണ് ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത്. അവർക്ക് ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. മേ ബി നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടായിരിക്കും എങ്ങനെയായിരിക്കും ഏതാന്നുള്ളത്. സോ ഈ ഒരു പാരസൈറ്റിൽ തന്നെ പല പല ടൈപ്പ് കാര്യങ്ങൾ വരുന്നുണ്ട്. സോ അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇവിടെ ഒരു ഹ്യൂമൻ സൈഡ് ഇതിനെതിരെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതിലൊരു യൂഷ്വലായിട്ട് വരുന്ന ഒരു പാരസൈറ്റ്, അതായത് എല്ലാ മനുഷ്യന്മാരെ കൊല്ലണം, മുന്നോട്ട് പോകണം എന്നതിനപ്പുറത്തേക്കായിട്ട് ഈ ഒരു പാരസൈറ്റിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. അവർക്കൊരു ഗോൾ ഉണ്ട്. അവർക്കൊരു കുറേ സംഭവങ്ങൾ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നതൊക്കെ എനിക്ക് യൂഷ്വലായിട്ട് കാണുന്ന ഇത്തരം ഒരു ക്രീച്ചേഴ്സ് അല്ലെങ്കിൽ ഒരു സ്കൈഫൈ ഫിലിമിൽ നിന്ന് അല്ലെങ്കിൽ സ്കൈഫൈ സീരീസിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന് തോന്നി. അത് കണ്ടിരിക്കാൻ വളരെ രസകരമായിട്ട് തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ ഒരു മാംഗ സീരീസ് ഒന്നും ഞാനത് കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ലൈവ് ആക്ഷൻ സീരീസ് ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത്. സോ അത് കണ്ടിരിക്കാൻ വളരെ രസകരമായിട്ട് തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ എങ്ങനെ ആളുകളിലേക്ക് എത്തുന്നു എന്ന് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 6 എപ്പിസോഡും വളരെ രസകരമായിട്ട് നമുക്ക് ബോറടിക്കാണ്ട് ഒറ്റ സ്ട്രെച്ചിലിരുന്ന് കാണാനായിട്ട് സാധിച്ചത്. ഓരോ എപ്പിസോഡ് കഴിയും തോറും അടുത്ത എപ്പിസോഡ് കാണുവാനുള്ള ഒരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഓരോ എപ്പിസോഡിനും സാധിച്ചിട്ടുണ്ടെന്നാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതിനർത്ഥം ഭയങ്കര ഗംഭീരമായിട്ടുള്ള സീരീസ് എന്നുള്ള രീതിയിലല്ല, പക്ഷേ നമുക്ക് കണ്ടിരിക്കുമ്പോൾ എന്താണ് അടുത്തെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയുടെ ബേസിൽ അങ്ങനെ കണ്ട് പോകാനായിട്ട് നമുക്ക് തോന്നും. അങ്ങനെയാണ് സത്യം പറയാൻ ഞാൻ ഈ ഒരു സീരീസ് മൊത്തമായിട്ട് കണ്ടത്. ഫുള്ളായിട്ട് കാണാനായിട്ടുള്ള പ്ലാൻ ഇല്ലെങ്കിൽ പോലും പക്ഷേ നമ്മൾ ആ സീരീസ് നമ്മളെ പിടിച്ചിരുത്തി ഒരു ബിങ്ക് വാച്ചിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ സീരീസിൽ വരുന്ന ഓരോ ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി ഓരോ ക്യാരക്ടേഴ്സിന് പാരസൈറ്റ് അഫക്റ്റഡ് ആയതിനു ശേഷം അതിൽ വരുന്ന ചേഞ്ചുകൾ കാര്യങ്ങൾ വളരെ വിസിബിളായിട്ട് നല്ല രീതിയിൽ തന്നെ ഈച്ച് ആൻഡ് എവരി ആക്ടേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ലീഡായിട്ടുള്ളൊരു 3-4 ആക്ടേഴ്സ് ഉണ്ട്. അവരുടെ പെർഫോമൻസ് വളരെ ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഇതിലുള്ള ഇൻവെസ്റ്റിഗേഷൻ പാർട്ടാണെന്നുണ്ടെങ്കിലും വളരെ രസകരമായിട്ട് തന്നെ പോകുന്നുണ്ടായിരുന്നു. അതിലേക്ക് അവർ കൊണ്ടുവരുന്നൊരു വേൾഡ് ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ വളരെ രസകരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഒരിടത്തും ബോറടിക്കാത്ത രീതിയിൽ വളരെ ഗ്രിപ്പിംഗ് ആയിട്ട് തന്നെയാണ് പോകുന്നുണ്ടായിരുന്നത്. പിന്നെ ഈ സീരീസിൽ മറ്റൊരു പോസിറ്റീവായിട്ട് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓരോ എപ്പിസോഡ് പോകെ ഓരോ ക്യാരക്ടേഴ്സിനും 1-2 സ്റ്റോറീസ് പറയാനായിട്ടുണ്ടായിരിക്കും. അതായത് വിഷ്വലി അവർ കാണിക്കില്ല. മേ ബി ഒരു ഇൻസിഡൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റൊരു ക്യാരക്ടറിലൂടെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയായിരുന്നു എൻ്റെ പാസ്റ്റ്, അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പോകുന്നതിനെ ഓരോ എപ്പിസോഡ് കഴിഞ്ഞ് പോകെ നമ്മൾ ആ കേട്ട കാര്യത്തിനെ നമ്മൾ എന്താ പറയുക, ഭാവനാത്മകമായിട്ടായിരിക്കും ആ ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അവരുടെ ലൈഫിൽ എന്നുള്ളത് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. കുറച്ച് പോകെ 1-2 എപ്പിസോഡ് കഴിയുമ്പോൾ ആ സെയിം സംഭവം എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് വിഷ്വലി കാണിച്ചു തരുന്ന ഒരു സംഭവം കാണിച്ചത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരിക്കുന്ന മൊത്തം ആ ഒരു സ്റ്റോറിയിലേക്ക് കുറേ ഫില്ലപ്പ് ദ ബ്ലാങ്ക്സ് എന്നുള്ള പോലെ കുറേ കാര്യങ്ങൾക്ക് ഒന്നും കൂടി ഒരു ക്ലാരിറ്റി കൊണ്ടുവരുന്നതിനായിട്ട് പല സീക്വൻസ് അവർ ആഡപ്പ് ചെയ്ത് പോയത് കിടിലനായിട്ടുണ്ടായിരുന്നു. ഇതിൽ ഓരോ ക്യാരക്ടേഴ്സിനും 1-2 സ്റ്റോറീസ് വെച്ചിട്ടുണ്ട്. ആ സ്റ്റോറീസ് എല്ലാം തന്നെ അവർ പ്രോപ്പറായിട്ട് കൺവേ ചെയ്ത് പോകുന്നുണ്ട്. പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒന്നും അവർ വിഷ്വലി കാണിക്കാണ്ട് പോകുന്നില്ല, എല്ലാം വിഷ്വലി കാണിച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സീരീസ് മൊത്തത്തിൽ അങ്ങോട്ട് നമുക്ക് ബോറടിക്കാണ്ട് ഫുള്ളി എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് വളരെ ഒരു ഇഷ്ടമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പാരസൈറ്റിന് ഒരു ഗോൾ ഉണ്ട്, അവർക്കൊരു ഓർഗനൈസേഷൻ ഉണ്ട്, അവർക്കൊരു മോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒപ്പം തന്നെ ഈ പാരസൈറ്റിൽ തന്നെ ഒരു ഗുഡ് സൈഡ് ഉണ്ട്, ഒരു ബാഡ് സൈഡ് ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ അവർക്കും ഇമോഷൻസ് ഉണ്ട് എന്നുള്ള കുറേ കാര്യങ്ങൾ അത് കൊണ്ടെത്തിക്കുന്നത് അത് നമുക്കും തോന്നും, അത് അവർക്കും തോന്നും എന്നുള്ള തരത്തിൽ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ അത് ഞാൻ പറഞ്ഞ എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. മേ ബി ആ സീരീസ് കാണുമ്പോൾ ലൈക്ക് ഇവരും ഇങ്ങനെ ചിന്തിക്കൂലേ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചില സംഭവങ്ങൾ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരും. നമുക്ക് പറഞ്ഞു തരും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. നമ്മുടെ ഉള്ളിലുള്ള പാരസൈറ്റ് നമ്മളോട് ഇങ്ങനെ പറഞ്ഞു തരാം. ലൈക്ക് നമ്മുടെ ഒരു
അൺകോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളെന്നുള്ള പോലെ തന്നെ നമുക്ക് മനസ്സിലാവാത്ത പല കാര്യങ്ങൾ കൺവേ ചെയ്തു പോകുന്ന കുറച്ച് സീക്വൻസ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ എത്രത്തോളം കൺവേ ആവുമെന്ന് അറിയില്ല. അപ്പോൾ സീരീസ് കാണുമ്പോൾ നിങ്ങൾക്കത് ഓൾമോസ്റ്റ് ക്ലിയർ ആവുമെന്നുള്ളത് തോന്നി. അത്തരം പിക്ചറൈസേഷൻ ആ ഒരു വേൾഡിലേക്ക് കൊണ്ടുപോയിട്ട് കുറച്ച് കാര്യങ്ങളുടെ കുറച്ചും കൂടി ക്ലാരിറ്റി, വേറൊരു പെർസ്പെക്റ്റീവ്, അതായത് സ്റ്റെപ്പ് ഇൻ ടു അതേഴ്സ് ഷൂസ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ആ ഒരു സംഭവം കാണിച്ചതൊക്കെ എനിക്ക് വളരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത്രയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും കുറച്ചധികം നെഗറ്റീവ്സ് എനിക്ക് ഈ ഒരു സീരീസ് കണ്ടപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നാമത്തെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു സീരീസ് ഒരു ആക്ഷൻ ബേസ്ഡ് ആയിട്ട് കൂടി ഒരു സീരീസ് ആണ്. അതായത് സ്കൈഫൈ ഹൊറർ ആക്ഷൻ സീരീസ് ആണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ആക്ഷൻ സീക്വൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരു സ്കൂട്ടർ എടുത്ത് ഓടിച്ചു കൊണ്ടുപോകുന്ന കുറച്ച് ആക്ഷൻ സീക്വൻസ് കാര്യങ്ങൾ വരുന്ന സീനിൽ വളരെ ഷെയ്ക്കി ആയിട്ടുള്ള വിഷ്വൽസ് ആയിരുന്നു. മേ ബി ഷെയ്ക്കി ആയിട്ടുള്ള ക്യാമറ അവർ അതിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തതായിരിക്കാം ആ ഒരു വിഷ്വൽ അങ്ങനെ ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ളത്. പക്ഷെ നമുക്കത് കാണുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാനത് വിചാരിച്ചു നമ്മൾ കാണുന്നതിൻ്റെ വല്ല പ്രശ്നമാണോ, ടെക്നിക്കലി വീഡിയോയുടെ വല്ല പ്രശ്നമാണോ എന്ന് വെച്ച് ഞാനൊന്ന് റിവൈൻഡ് ചെയ്ത് വീണ്ടും 2-3 ടൈംസ് ഞാനത് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു വിഷ്വൽ തന്നെയാണ് വരുന്നുണ്ടായിരുന്നു. ഭയങ്കര ഒരു ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള രീതിയിലായിരുന്നു ചില ആക്ഷൻ സീക്വൻസ് കാര്യങ്ങൾ വരുന്നുണ്ടായിരുന്നു. എന്നാൽ ചില ആക്ഷൻ സീക്വൻസ് കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് തന്നെ നീറ്റായിട്ട് നല്ല രസകരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് തോന്നുന്നുണ്ടായിരുന്ന ഒരു നെഗറ്റീവ്സ് എന്ന് പറയുന്നത് നമുക്കറിയാൻ പറ്റും ഒരു പാരസൈറ്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സീരീസ് ആണ്. അതായത് ഷേപ്പ് ഷിഫ്റ്റിങ് വലിയ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പല ക്യാരക്ടേഴ്സിൻ്റെയും ഷേപ്പ് ഷിഫ്റ്റിംഗ് ആയിട്ടുള്ള പല സീൻസ്, അതായത് അവരുടെ മുഖം മാറി മറ്റൊരു പാരസൈറ്റ് ആവുന്ന രീതിയിലേക്ക് പോകുന്ന പല രംഗങ്ങളും കാര്യങ്ങളും അത് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ആക്ഷൻ സീക്വൻസ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതിൽ ചില സീനുകൾ കാണുമ്പോൾ നമുക്ക് വളരെ അടിപൊളി സൂപ്പർബായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ചില സീനുകളിലേക്ക് വരുമ്പോൾ അത് സംതിങ് എന്തോ മിസ്സിങ് ഉണ്ടല്ലോ എന്ന് നമുക്ക് അതിൻ്റെ VFX അല്ലെങ്കിൽ CG എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എന്തോ പോരായ്മകളുണ്ടല്ലോ, അത് കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു, അല്ലെങ്കിൽ ഒരു ഡീറ്റെയിലിംഗ് കുറച്ച് കുറവുണ്ടല്ലോ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചില സീനുകൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ ചില സീനുകൾ കാണുമ്പോൾ അത് വളരെ ഭംഗിയായിട്ട് തന്നെ പോകുന്ന രീതിയിലായിരുന്നു അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ കണ്ട് വന്നിട്ടുള്ള ഒരു യൂഷ്വൽ സ്കൈഫൈ ഹൊറർ അല്ലെങ്കിൽ ക്രീച്ചേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സീരീസ് നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതിൽ പുതിയതായിട്ട് വരുന്നുണ്ട്. അത് വളരെ രസകരമായിട്ടുള്ള രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഡ്രോബാക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വളരെ ഒരു ബിങ് വാച്ച് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ രസകരമായിട്ട് നമുക്ക് കണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു സീരീസ് ആയിട്ട് തന്നെയാണ് പാരസൈറ്റ് എന്ന് പറഞ്ഞൊരു സീരീസ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ അതുപോലുള്ള സ്കൈഫൈ ക്രിയേച്ചർ ബേസ് ചെയ്തിട്ടുള്ള ഒരു സീരീസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കാവുന്ന ഒരു സീരീസ് ആയിട്ടാണ് പാരസൈറ്റ് ദ ഗ്രേ എന്ന് പറയുന്ന ഒരു സീരീസ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു സീരീസ് നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.